ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിത്യയെ ശരത്ത് കൊല്ലുന്നതിനെ കുറിച്ചുള്ള സ്വപ്നം കാണുകയാണ് മനോഹരൻ. അങ്ങനെ മനോഹരൻ ഞെട്ടി ഉണരുകയാണ്. എന്നിട്ട് വെപ്രാളം പിടിച്ചുകൊണ്ട് പറയാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ചുണ്ടുകൾ വല്ലാതെ വിതുമ്പുകയാണ്. നിത്യയെ ശരത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും, നിത്യ ശരത്തിൻ്റെ അടുത്തേക്കാണ് പോയത് എന്ന് ഉറക്കെ പറയാൻ വേണ്ടി മനോഹരൻ ചുണ്ടുകൾ കൊണ്ട് ഇങ്ങനെ പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ കൈയൊക്കെ വല്ലാതെ വിറക്കുകയാണ്. ഇത് കണ്ടും കൊണ്ടാണ് ദേവിക അവിടേക്ക് വരുന്നത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് കാണുമ്പോൾ ദേവിക അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തു പറ്റി അച്ഛാ, അച്ഛൻ എന്താ സംഭവിച്ചത്, എന്താ അച്ഛാ, അച്ഛൻ എന്തെങ്കിലും പറയാൻ ഒരുങ്ങുകയാണ്, എന്താണ് അച്ഛാ എന്ന് ദേവിക ചോദിക്കുകയാണ്. അങ്ങനെ മനോഹരൻ്റെ വാക്കുകൾ ദേവിക ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ മനോഹരൻ നിത്യ എന്ന് പറയാൻ ഒരുങ്ങുകയാണെന്ന് ദേവികയ്ക്ക് മനസ്സിലാവാണ്. അപ്പോൾ അച്ഛാ, നിത്യ എന്നാണോ അച്ഛൻ ഉദ്ദേശിച്ചത്? അപ്പോൾ മനോഹരൻ തലകൊണ്ട് കാണിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ശരത്ത് എന്നുള്ള വാക്കുകളാണ് മനോഹരൻ പറയാൻ ഒരുങ്ങുന്നത്. അപ്പോഴും അത് ദേവിക ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ശരത്ത് എന്നാണോ അച്ഛൻ പറയുന്നത്? അതേ എന്നുള്ളത് തലകൊണ്ട് വീണ്ടും കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണ, ശരത്ത് ഇവിടെ ഉണ്ട് അച്ഛാ, നിത്യ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തിരിച്ചെത്തും. നിത്യ ഏതോ ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. അച്ഛൻ ടെൻഷൻ ആവാതിരിക്കെ, നിത്യയ്ക്ക് ഒന്നും സംഭവിക്കില്ല, നമ്മുടെ നിത്യ ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ തിരിച്ചെത്തും, അച്ഛനൊന്ന് ആശ്വസിക്കുക എന്ന് പറഞ്ഞ് ദേവിക മനോഹരനെ ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ ശരത്ത് ഇവിടെ ഉള്ളത് കൊണ്ടാണ് അച്ഛാ എനിക്ക് ഏക ആശ്വാസമുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ദേവിക ടെൻഷനോട് കൂടി റൂമിൽ നിന്ന് പോകുന്നത്. ഈ സമയം നിത്യയെ കാണുന്നില്ല എന്നുള്ള ടെൻഷനിലാണ് പാർവതിയും മുത്തശ്ശിയും. എന്നിട്ട് പാർവതിക്ക് ദേവിക പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് മനസ്സിലാവാണ്. നിത്യ ഇത്രയും വൈകിട്ട് എത്തിയിട്ടില്ലല്ലോ, എവിടേക്കാവും നിത്യ പോയത് എന്നുള്ള ടെൻഷനോട് കൂടി നിത്യയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശി പാർവതിയോട് പറയാണ്, അല്ല പാർവതി, ദേവിക പറയുന്നതിലും കാര്യമുണ്ട്, ഇത്രയും നേരമായിട്ട് നിത്യയെ കാണാനില്ല, ഇനിയിപ്പോൾ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ? അപ്പോൾ പാർവതി പറയണ, അമ്മ അങ്ങനെ ഒന്നും പറയല്ലേ, എനിക്കെന്തോ പേടിയാവുന്നു. അത് കേട്ടും കൊണ്ടാണ് ദേവിക അവിടേക്ക് വരുന്നത്. അപ്പോൾ ദേവിക പറയണേ, ഞാൻ ഇനി ഒന്നും നോക്കുന്നില്ല അമ്മേ, ഞാനിപ്പോൾ തന്നെ സ്റ്റേഷനിൽ പോയിട്ട് നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ ഒരു പരാതി കൊടുക്കാൻ പോവുകയാണ്. അത് കേട്ടതോടുകൂടി ശരത്ത്, അതിപ്പോൾ എന്തിനാണ്, അങ്ങനെ ഒരു ആവശ്യമൊന്നുമില്ല, നിത്യ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും, നിങ്ങളിപ്പോൾ എന്തിനാ വെറുതെ സ്റ്റേഷനിൽ പോയി പരാതിയൊക്കെ കൊടുക്കുന്നത്? നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല, നീ ഇതിൽ അഭിപ്രായം പറയണ്ട. നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ ഞങ്ങൾ 3 പേരും നല്ല ടെൻഷനിലാണ്, പക്ഷേ നിന്റെ മുഖത്ത് അങ്ങനെ ഒരു ടെൻഷനുമില്ല. അപ്പോൾ ശരത്ത് പറയണേ, നിങ്ങൾ വെറുതെ മണ്ടത്തരം പറയാതിരിക്കും, നിത്യയെ കാണാനില്ല എന്ന് പരാതി കൊടുത്താൽ അത് വലിയൊരു വാർത്തയാവും, പിന്നെ അത് നാണക്കേടാണ്, നിത്യ ഒരു പെൺകുട്ടിയല്ലേ. അപ്പോൾ ദേവിക പറയണേ, എനിക്ക് അതൊന്നും ഒരു വിഷയമില്ല, എനിക്ക് എൻ്റെ നിത്യമോളാണ് ഏറ്റവും വലുത്, ഞാൻ എന്തായാലും പരാതി കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായതാണ്. അപ്പോഴൊക്കെ ഓരോരുത്തരും ഓരോ ന്യായങ്ങൾ അങ്ങ് പറഞ്ഞു, അപ്പോഴേ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിത്യയെ കണ്ടുപിടിക്കാമായിരുന്നു. അത് കേട്ടപ്പോൾ പാർവതി പറയണേ, അതിന് എനിക്കറിയോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളത്. അപ്പോൾ ദേവിക പറയണേ, നിങ്ങളൊരു നല്ല അമ്മയല്ല, നിങ്ങളൊരു നല്ല അമ്മ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല. എൻ്റെ ഉള്ളിൽ നിത്യയെ കാണാത്തത് കൊണ്ട് വല്ലാത്ത പേടിയും ടെൻഷനുമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയൊന്നും തോന്നിയില്ല, നിങ്ങൾ ഒരു നല്ല അമ്മയല്ല എന്നൊക്കെ പറഞ്ഞ് ദേവിക പാർവതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിരിക്കുകയാണ്. അപ്പോൾ ശരത്ത് പറയണേ, നിങ്ങൾ ആരോടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ ദേവിക വിരൽ ചൂണ്ടി ശരത്തിനോട് പറയണേ, നീ ഒന്ന് മാറി നിൽക്കടാ, നിന്റെ മുഖത്ത് അങ്ങനെ ഒരു ടെൻഷനുമില്ല നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ, എൻ്റെ കുട്ടിയാണ് നിത്യമോള്, ഞാൻ എന്തായാലും പരാതി കൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ ശരത്ത് പറയണേ, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറയുമ്പോൾ, നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത്, നീ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാനതൊന്നും കേൾക്കാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശരത്തിനോട് ദേഷ്യം പിടിച്ച് സംസാരിച്ച് ദേവിക നേരെ ഫോണിൽ സിദ്ധുവിനെ വിളിക്കുകയാണ്. എന്നിട്ട് സിദ്ധുവിനോട് കാര്യങ്ങളൊക്കെ പറയാണ്. നിത്യ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല സിദ്ധു, എനിക്കെന്തോ പേടിയാവുന്നു എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ, ഇത്രയും നേരമായിട്ടും നിത്യ തിരിച്ചെത്തിയില്ല. ഇല്ല, നീ ഏതെങ്കിലും കൂട്ടുകാരുടെ വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടുകാരെ ആരെങ്കിലും അറിയുമോ? ഇല്ല, അങ്ങനെ ഒരു കൂട്ടുകാരിയും ഇല്ല, എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നുണ്ട്. നീ എന്തായാലും ദേവിക നിത്യയുടെ നമ്പർ അടക്കം എല്ലാം എനിക്ക് അയച്ചു തായോ, എന്നിട്ട് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാം എന്ന് പറഞ്ഞ് സിദ്ധു ദേവിക പറഞ്ഞ പോലെ തന്നെ പരാതി കൊടുക്കാൻ സ്റ്റേഷനിലേക്ക് പോവാണ്. അപ്പോഴത്തേക്കും ശരത്ത് ഇവരുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ്. മുത്തശ്ശിയുടെയും പാർവതിയുടെയും മുന്നിൽ, ഇവരെല്ലാവർക്കും മുന്നിൽ ഷോ കാണിക്കുകയാണ്. നിത്യയോട് അവർക്ക് മാത്രമേ സ്നേഹമുള്ളൂ എന്നുള്ളത് ആക്കാൻ വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല മുത്തശ്ശി. പറയുമ്പോൾ മുത്തശ്ശി പറയണേ, ഏതായാലും ദേവിക പറഞ്ഞതുപോലെ പരാതി കൊടുക്കാം, അത് തന്നെയാണ് നല്ലത്, കാരണം രാത്രിയല്ലേ, ഇനി വഴുകും തോറും അത് അപകടം തന്നെയാണ്. അപ്പോൾ ശരത് പറയണേ, ഞാൻ എന്തായാലും പരാതി കൊടുത്തോളാം, അല്ലാതെ സിദ്ധുവിനേക്കാളും കൂടുതൽ പരാതി കൊടുക്കാൻ എനിക്കാണ് അർഹതയുള്ളത്, ഞാൻ പോയി പരാതി കൊടുത്തോളാം, പിന്നെ നിത്യയും കൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വരൂ, അല്ലാതെ സിദ്ധു അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടത് എന്നും പറഞ്ഞ് ശരത്ത് പുറത്തേക്ക് പോവാട്ടോ. അപ്പോൾ മുത്തശ്ശിയുടെ മുന്നിൽ ആളാവാൻ വേണ്ടി ശരത്ത് പറയണേ, സിദ്ധുവല്ല നിത്യയെ കൊണ്ടുവരേണ്ടത് ഞാനാണ്, എൻ്റെ നിത്യക്കുട്ടിയെ ഞാൻ തന്നെ കൊണ്ടുവരും എന്ന് പറഞ്ഞ് വീരവാദമൊക്കെ മുഴക്കിയിട്ടാണ് ശരത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ ശരത്ത് ദേവികയെയും പാർവതിയെയും മുത്തശ്ശിയൊക്കെ
നിത്യയൊക്കെ പരിഹസിച്ചുകൊണ്ട് നോക്കുകയാണ്. അവൾ ഒരിക്കലും തിരിച്ചു വരില്ല, ഞാൻ അവളെ എന്നേക്കുമായി അയച്ചു കഴിഞ്ഞു എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് നിത്യയെ കൊല്ലുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. നിത്യയെ ശ്വാസം മുട്ടിച്ച് കൊന്നതും പിന്നീട് നിത്യയോട് പറഞ്ഞതും നിനക്ക് പകരം ഞാൻ ദേവികയാണ് കരുതിയത്, പക്ഷെ എന്ത് ചെയ്യാനാണ്, വിധി ഇങ്ങനെയായി പോയില്ലേ, എന്തായാലും നീ അങ്ങ് ഇനി എന്നേക്കുമായി പരലോകത്തേക്ക് പൊയ്ക്കോ എന്ന് പറഞ്ഞ ആ വാക്കുകളും നിത്യയെ കൊന്നുകളയുന്നതും എല്ലാം തന്നെ ശരത്ത് ഓർമ്മിക്കുകയാണ്. അങ്ങനെ ഒന്നും അറിയാത്ത ഭാവത്തിൽ ആട്ടുംതോലിട്ട ചന്നയെ പോലെ തന്നെ ശരത്ത് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും സിദ്ധു അവിടേക്ക് എത്തുകയാണ്. പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുകയാണ് നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ. അങ്ങനെ നിത്യ ആരോടും പറയാതെയാണോ വീട്ടിൽ നിന്ന് പോയത് എന്നൊക്കെ പോലീസ് ചോദിക്കുമ്പോൾ അതെ, ഒരു കൂട്ടുകാരുടെ വീട്ടിലേക്ക് എന്നാണ് പറഞ്ഞത്, പക്ഷേ അങ്ങനെ ഒരു കൂട്ടുകാരിയുമില്ല എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് എഴുതിയ പരാതിയാണ് കൊടുക്കുന്നത്. അങ്ങനെ നിത്യയുടെ ഫോൺ നമ്പർ അടക്കമുള്ള ആ പരാതി വായിച്ചതോടുകൂടി പോലീസ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളിപ്പോൾ തന്നെ അന്വേഷണം ആരംഭിച്ചിരിക്കും എന്ന് പറയട്ടെ. അങ്ങനെ സിദ്ധു പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത്. അപ്പോൾ ശരത്ത് ചോദിക്കുകയാണ്, നിങ്ങൾ പരാതി കൊടുത്തോ? ആ, ഞാൻ പരാതി കൊടുത്തു. ഞാൻ പരാതി കൊടുക്കാനാണല്ലോ വന്നത്. ഇപ്പോൾ സിദ്ധു പറയണേ, ഈ സമയത്ത് തന്നെ വേണോ പകയും വിദ്വേഷമൊക്കെ? എനിക്കതിന് ആരോടും ഒരു പകയുമില്ല, എന്നോടല്ലേ എല്ലാവർക്കും പകയുള്ളത്, എനിക്ക് ആരോടും പകയില്ല. എന്തായാലും ഞാൻ SIയെ പോയി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ശരത്ത് നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. വലിയ ആളെ പോലെ വീരവാദം മുഴക്കി സംസാരിക്കുകയാണ്. ഞാൻ മേലുദ്യോഗസ്ഥനെ കൊണ്ട് വിളിപ്പിക്കണോ എന്നങ്ങ് ചോദിച്ചതോടുകൂടി SIക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ. നീ ആരാടാ എന്നങ്ങ് ചോദിക്കാട്ടോ. അല്ല സാറേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, നിത്യ അങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാത്തൊരു കുട്ടിയാണ്, പിന്നെ ഞാൻ നിത്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി പോകുന്ന ആളാണ് എന്ന് പറയുമ്പോൾ ഞാനതിന് നിന്നോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണാവോ നീ ഇവിടേക്ക് വന്ന് എന്നോട് ഇതൊക്കെ പറയുന്നത്? എനിക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് ചോദിക്കും, അതിനുള്ള മറുപടി മാത്രം നീ പറഞ്ഞാൽ മതി. പിന്നെ നീ എന്തിനാണാവോ മുകളിൽ നിന്ന് വിളിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞത്? അതിൻ്റെ ആവശ്യം എന്താണ്? എന്തുദ്ദേശിച്ചാ നീ അങ്ങനെ പറഞ്ഞ? അതല്ല സാറേ, സാധാരണ പോലീസിന് ഒരു പരാതി കൊടുത്താൽ നിങ്ങൾ കാര്യമായിട്ട് അന്വേഷിക്കുകയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. നീ ആരാടാ പോലീസ് സ്റ്റേഷനിൽ വന്ന് എന്നെ ചോദ്യം ചെയ്യുന്നു? എനിക്കറിയാം ഒരു കേസ് എങ്ങനെ അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കേണ്ട എന്ന്. നീ എന്നെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. പോലീസ് സ്റ്റേഷനിൽ വന്ന് ഞങ്ങളെ ചോദ്യം ചെയ്യുന്നോടാ? നീ വായിൽ തോന്നി വിളിച്ചു പറഞ്ഞാലേ ഇടിച്ചു നിന്റെ കൂമ്പ് കലക്കും ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ്. അതോടുകൂടി ശരത്ത് അങ്ങ് ചൂളിപ്പോവുകയാണ്. പിന്നെ നീ എന്താടാ പറഞ്ഞത്? നീ കല്യാണം കഴിക്കാൻ പെണ്ണാണെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എന്തിനാണാവോ അവൾ ഇവിടെ നിന്നും പോയത്? നിന്നോട് പറഞ്ഞിട്ടാണോ അവൾ പോയത്? ഇല്ല സാറേ, എന്നോട് പറഞ്ഞിട്ടില്ല, എന്നോട് ഇങ്ങനെ ഒന്നും ചെയ്യാറുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് അവൾ ആരോടും പറയാതെ ഇറങ്ങിപ്പോയത്? അതറിയില്ല സാറേ, സാർ എത്രയും പെട്ടെന്നൊന്ന് കണ്ടുപിടിച്ച് തരണം. അവളെങ്ങാനും ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ എന്നാണ് എനിക്കിപ്പോൾ പേടിയുള്ളത്. ആത്മഹത്യയോ? അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അങ്ങനെ വല്ല കാരണം അവൾക്കുണ്ടായിരുന്നോ? അയ്യോ സാറേ, എനിക്ക് അതൊന്നും അറിയില്ല. പിന്നെ എന്തിനാടാ നീ അങ്ങനെ പറഞ്ഞത്? അത് പിന്നെ സാറേ, ഞാൻ കാണാത്തത് കൊണ്ട് പറഞ്ഞതാണ്. ആദ്യം ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾ ഇതിനുള്ള ഉത്തരം പറഞ്ഞോളാം. അതെ, നീ ഊഹിച്ചു ഓരോന്ന് പറയാൻ നിൽക്കണ്ട. നീ അല്ലാതെ അങ്ങ് ഓവർ സ്മാർട്ടായി പറയുകയൊന്നും വേണ്ട. നീ അല്ലാതെ ഞങ്ങളെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. എന്തെങ്കിലും വിവരം കിട്ടിയാലേ അറിയിച്ചോളാം. തൽക്കാലം ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് പറഞ്ഞ് ശരത്തിനെ പോലീസ് ദേഷ്യം പിടിച്ച് സംസാരിച്ചിട്ടാണ് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ശരത്ത് സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. സിദ്ധു അവിടെ പുറത്ത് തന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും ശരത്തിനെ. അപ്പോൾ ശരത്ത് പറയണേ, കടലാസിൽ ഒരു പരാതി എഴുതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവരന്വേഷിക്കത്തൊന്നുമില്ല. ഞാൻ അവരെ ഒന്ന് പ്രഷർ കൊടുത്തിട്ടുണ്ട്, ഇനി എന്തായാലും അവർ ഉഷാറായി അന്വേഷിച്ചോളൂ. അപ്പോൾ സിദ്ധു പറയണ, ഭാഗ്യം, നീ വന്നത് എന്തായാലും നന്നായി. നീ വന്നില്ലായിരുന്നെങ്കിൽ അവർ അന്വേഷിക്കില്ലായിരുന്നു അല്ലേ? അതെ, എന്നെ വല്ലാതെ കളിയൊക്കൊന്നും വേണ്ട. വക്കീല് വിചാരിച്ചാൽ സാധിക്കാത്തതൊക്കെ എന്നെ കൊണ്ട് പലതും സാധിക്കും സ്റ്റേഷനിൽ. അത്രയ്ക്ക് പിടിപാടുണ്ട് എനിക്ക് ഈ സ്റ്റേഷനിൽ. അപ്പോൾ സിദ്ധു പറയണ, അത് നീ പറഞ്ഞത് ശരിയാണ്, ഞാൻ ഇതുവരെയും ജയിലിലൊന്നും കിടന്നിട്ടില്ല. നീയാവുമ്പോൾ കുറെ കിടന്നിട്ടുള്ളതല്ലേ, അതുകൊണ്ട് നിന്നെ എല്ലാവർക്കും നല്ല പരിചയമുണ്ടാവും. അപ്പോൾ ശരത്ത് പറയണേ, വല്ലാതെ പരിഹസിക്കൊന്നും വേണ്ട. അല്ല, അവൾ എവിടെ പോയി? ആര് എന്ന് സിദ്ധു ചോദിക്കണം. അല്ല നിത്യ എവിടെ പോയി എന്നുള്ളത് നിനക്കല്ലേ അറിയാം? അതല്ല, നിത്യ ആരോടും പറയാതെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ സംശയം അവൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്നാണ്. ഞാനത് പോലീസിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിദ്ധു പറയണേ, നിത്യ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. കാരണം നിനക്കപ്പോൾ അതിനർത്ഥം നിത്യയെ ഇതുവരെയും മനസ്സിലായിട്ടില്ല എന്നാണ്. അല്ല, എൻ്റെ സംശയം അതൊന്നുമല്ല. ആത്മഹത്യ ചെയ്തു എന്ന് പറയാൻ ഞാൻ കാരണം, നിത്യ എവിടേക്ക് പോയാലും ദേവികയോട് പറഞ്ഞിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത്തവണ ദേവികയോട് ഒന്നും പറയാതെയല്ലേ പോയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയത് അവൾ ആത്മഹത്യ ചെയ്തു എന്നാണ്. അത് കേട്ടപ്പോൾ സിദ്ധുവിനൊരു സംശയം വരികയാണ്. അപ്പോൾ ശരത്ത് പറയണേ, എല്ലാവരും ഇതിന് നല്ല ഉത്തരം കൊടുക്കേണ്ടി വരും. അപ്പോൾ സിദ്ധു പറയണേ, അത് ശരിയാണ്, നീയും ഇതിന് ഉത്തരം കൊടുക്കേണ്ടി വരും. നിത്യ വീട്ടിലില്ലാത്ത സമയത്ത് നീയും വീട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ നീ ഇത്രയും നേരം എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം നിന്നോടും ചോദിക്കും. അതിനുള്ള ഉത്തരം നീ പറഞ്ഞു കൊടുത്താൽ മതി. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അപ്പോൾ നിത്യയെ കാണാതായതിൻ്റെ പിന്നിൽ ഞാൻ കാരണം എന്നാണോ? സിദ്ധു പറയണേ, അതൊക്കെ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചോളും. പിന്നെ ശരത്തെ, ഈ സമയത്തെങ്കിലും നിനക്കൊന്ന് നെഗറ്റീവ് പറയാതിരുന്നൂടെ? പിന്നെ നിത്യയെ കാണാത്തത് ഇനി ലോകത്തുള്ള എല്ലാവരെയും
അറിയിക്കാനൊന്നും നിൽക്കണ്ട നീ. കാരണം അവളുടെ ഭാവിയെക്കുറിച്ച് നീ ഓർക്കണം. അവളൊരു പെൺകുട്ടിയാണ്. ഞാൻ അതിന് ആരോടും പറയാനൊന്നും പോകുന്നില്ല. എന്നിട്ട് സിദ്ധു അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ശരത്ത് സിദ്ധു പോയി കഴിഞ്ഞ ശേഷം തങ്കച്ചിക്ക് വിളിക്കാണ്. എന്നിട്ട് നിത്യയെ കാണാത്തതിൻ്റെ പേരിൽ സങ്കടത്തോടു കൂടി അഭിനയിച്ചുകൊണ്ട് സംസാരിക്കണേ. നിത്യയെ കാണാനില്ല രാവിലെ മുതൽ. ഞാനിപ്പോൾ സ്റ്റേഷനിൽ വന്ന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ തങ്കച്ചി പറയണേ, നീ വിഷമിക്കല്ലേ ശരത്തെ. നിത്യയെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ഞാൻ എൻ്റെ ആളുകളോട് പറഞ്ഞോളാം. പോലീസ് മറുഭാഗത്ത് അന്വേഷിക്കുകയും ചെയ്തോട്ടെ. അതൊന്നും വേണ്ട തങ്കച്ചി. അതൊക്കെ പോലീസ് ഏറ്റെടുത്തോളും. അങ്ങനെയല്ല, നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ശരത്തെ. നിത്യ എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. അപ്പോൾ ശരത്ത് പറയണേ, നിത്യ ഇല്ലാതായാൽ അത് എനിക്കാണ് നഷ്ടം. നിത്യ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരത്ത് തങ്കച്ചിയുടെ മുന്നിൽ അങ്ങ് അഭിനയിക്കുകയാണ്. എന്നിട്ട് ഫോൺ വെച്ച ശേഷം ശരത്ത് വീണ്ടും ആലോചിക്കുകയാണ്. നിത്യയെ റെയിൽവേ ട്രാക്കിലൊക്കെ കൊണ്ടുപോയി കിടത്തിയതിനെ കുറിച്ചൊക്കെയാണ് ആലോചിക്കുന്നത്. അങ്ങനെ നിത്യ മരിച്ചു എന്ന് തന്നെയാണ് ശരത്ത് കരുതിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ ഇനിയൊരു ട്വിസ്റ്റ് നടക്കുന്നുണ്ട്. പാർവതിയാണെങ്കിൽ പൊട്ടി കരയുകയാണ് നിത്യയെ ഓർത്ത്. നിത്യ വരാത്തത് ഇതുവരെയും നിത്യ ഇങ്ങനെയൊന്നും പോയിട്ടില്ല, എനിക്കെന്തോ അമ്മയെ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയോട് എണ്ണിപ്പറക്കി കരയുകയാണ് കേട്ടോ. അപ്പോഴും മുത്തശ്ശി ദേവികയാണ് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. നിത്യ നമ്മളിൽ നിന്നും അകലാൻ തന്നെ കാരണം ആ ദേവികയാണ്. ദേവിക അറിയാതെ നിത്യ എവിടേക്കും പോവില്ല. എനിക്ക് ഉറപ്പുണ്ട്. ആ ദേവികയ്ക്ക് അറിയാമായിരിക്കും നിത്യ എവിടേക്കാണ് പോയത് എന്നുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് പാർവതിയോട് മുത്തശ്ശി വീണ്ടും ദേവികയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.